ചങ്കുകളെ പ്രജോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോട്ടയം മീൻകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കോട്ടയം മീൻകറിയെ പറ്റി പറയുകയാണെങ്കിൽ കപ്പ വേവിച്ചത് അല്ലെങ്കിൽ പുഴുങ്ങിയത് അതിൻ്റെയുള്ള മീൻകറി കോമ്പിനേഷൻ സൂപ്പറായിരിക്കും. വികാരപരമായ കോട്ടയംകാരുടെ മുളക് കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് നമ്മുടെ കൂടെ തന്നെ വേണം. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ചിട്ട് ചൂടാക്കുക. ചട്ടി വെച്ചിട്ട് ചൂടായതിന് ശേഷം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക കേട്ടോ, വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണ കണ്ടോ, അവൻ എന്തൊരു ഭയങ്കര തീയൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്, ഭയങ്കര ഫ്ലെയിമാണ്. പക്ഷേ നമുക്ക് അത്രയ്ക്കൊന്നും വേണ്ട, നമുക്ക് കുറച്ചിടാം. ഇത് അവനൊത്തിരി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവനതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കുക. കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉലുവയും പൊട്ടിക്കുക കേട്ടോ. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇടുക. പിന്നെ നമ്മൾ കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണേ. പിന്നീട് അതിലേക്ക് ഒരു ചുമന്നുള്ളി ഞങ്ങളുടെ ഇവിടെ കുഞ്ഞുള്ളി ചെറിയുള്ളി, ഞങ്ങളുടെ ഇവിടെ ചെറിയുള്ളി എന്നാട്ടോ പറയാം. ചെറിയുള്ളി ചുമന്നുള്ളി എന്നൊക്കെയാണ് പറയാം. കുഞ്ഞുള്ളി എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഞാൻ കാലിക്കറ്റാണ്, അതാണ് പറഞ്ഞത്. അപ്പോൾ അത് കുറച്ചൊരു ചുവന്നുള്ളി എടുത്തിട്ട് അത് അരിഞ്ഞിട്ട് അതും ഇടുക. ഇനിയിപ്പം കുഞ്ഞുള്ളി ഇല്ല, അതിന് പകരം ആരും വിഷമിക്കൊന്നും വേണ്ട, അതിനൊരു സവോളയാണെങ്കിലും അതിട്ടാൽ മതി, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അങ്ങനെ എന്നിട്ട് നന്നായിട്ട് വഴറ്റണേ. പിന്നെ മസാല ഇടുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അത് കരിയാതെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇടാം. മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം കേട്ടോ. അതിലേക്ക് പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. എന്നിട്ടത് നന്നായിട്ട് വഴറ്റുമ്പോൾ മസാല കരിയരുതേ, തീ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെള്ളം നമ്മുടെ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇവിടെ അവൻ ഒഴിച്ചത് 2 കപ്പ് വെള്ളമാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും, ഓരോരുത്തരുടെ പാകം എങ്ങനെയാണോ അതിനനുസരിച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് 2 നമ്പർ പുളിയും ചേർത്ത് നന്നായി തിളപ്പിക്കുക. അതായത് കുടംപുളി എന്നാണ് ഞങ്ങൾ കോഴിക്കോട് പറയുക. ഞങ്ങളിവിടെ കുടംപുളി അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ കോട്ടയത്ത് കുടംപുളി ഇട്ട് വെച്ച സ്പെഷ്യൽ മീൻ കറിയൊക്കെ സൂപ്പറാണ്. അങ്ങനെ ഈ പുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഒരു 10 മിനിറ്റ് നേരമൊക്കെ തിളപ്പിക്കണം. അങ്ങനെ ഉപ്പൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിനാഗിരി ഇട്ട് കഴുകി വെച്ച നമ്മുടെ മീൻ ഉണ്ടായിരിക്കുമല്ലോ, ആ മീൻ എടുത്തിട്ട് അതിലേക്കിടാം. കഷ്ണമീനാണ് ഞാനിവിടെ ഉപയോഗിച്ചത്, നെയ്മീനാണ് കേട്ടോ. അത് ഏത് മീനായാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനൊക്കെ ഏതാ ചേടാ. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ടത് മൂടി വെക്കാം. പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് വേറെ ഇങ്ങോട്ട് മാറി നിൽക്കരുത് കേട്ടോ. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മീൻ ഉടയാതെ ശ്രദ്ധിക്കണം കേട്ടോ, ഉടയാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇടയ്ക്കൊന്ന് അടപ്പൊക്കെ ഒന്ന് പൊക്കിയതിന് ശേഷം കറിയിൽ ഉപ്പും മുളകും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പുളി കുറച്ചൊന്ന് കൂടുതലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ചെറിയൊരു പുളി പൊറുക്കിയിട്ട് എടുത്ത് മാറ്റാവുന്നതാണ്. മീൻ ഉടയാതെ നോക്കണേ. എന്നിട്ട് മീൻ വെന്ത് ചാറ് കുറുകി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടപ്പ് മാറ്റി കളയാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഈ കറിയുടെ പ്രത്യേകത എന്താ അറിയോ, തലേ ദിവസം റെഡിയാക്കി ഈ മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചങ്കുകളെ സൂപ്പറായിരിക്കും, പൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക.